നമസ്കാരം. ദേശാഭിമാനിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെല്ലാം ഇപ്പോൾ പുതിയ ഗവർണർ ആർലേക്കറെ വാനോളം വാഴ്ത്തിപ്പാടുന്ന തിരക്കിൽ തന്നെയാണ്. ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ആർലേക്കർ പുകഴ്ത്തുവാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. CPM സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഒരു വരി പോലും വെട്ടിമാറ്റാതെ അതേ രൂപത്തിൽ പൂർണ്ണമായ രീതിയിൽ തന്നെ സഭയിൽ സമയമെടുത്ത് വായിച്ച പുതിയ ഗവർണർക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന രീതിയിൽ തന്നെയാണ് MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഡിറ്റോറിയലിൽ തന്റെ മുഖപ്രസംഗം കുറിച്ചിരിക്കുന്നത്. പുതിയ ഗവർണർ ആർലേക്കർ വന്നതോടുകൂടി CPM കുറച്ചൊക്കെ ഒരു ഉന്മാദാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളത് വേണം പറയാൻ. കാരണം പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി പിണറായി വിജയൻ സർക്കാരും നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന കാഴ്ച പലവരും നമ്മൾ കണ്ടതാണ്. ഈ സമരം, അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള സമരം പലപ്പോഴും മറനീക്കി തെരുവുകളിലേക്ക് പോലും വലിച്ചിഴക്കപ്പെടുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. എന്നാൽ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയതോടുകൂടി പുതിയ ഗവർണറായ ആർലേക്കർ എത്തുകയായിരുന്നു. ഇവിടെയാണ് CPM-ന് ആശയക്കുഴപ്പം ഉണ്ടായത് മുഴുവൻ. അതായത് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂർഖൻ ആയിരുന്നു എങ്കിൽ പുതിയ ഗവർണറായ ആർലേക്കർ രാജവെമ്പാലയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ ഗവർണറിന് RSS അനുഭാവം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ ഗവർണർ ആർലേക്കർ RSSന്റെ കളരിയിലൂടെ അഭ്യസിച്ചു വന്ന തികഞ്ഞ മെയ്യഭ്യാസി തന്നെയാണ്, തികഞ്ഞ RSSകാരൻ തന്നെയാണ്. RSSനോ BJPക്കോ എതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി കാണുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആയിരിക്കില്ല ആർലേക്കർ എന്നുള്ളത് പിണറായി വിജയനും കേരളത്തിലെ CPM-കാർക്കും ഒരേപോലെ തന്നെ അറിയാം. DYFI പ്രവർത്തകരെയോ SFI കുട്ടികളെയോ വിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ തടഞ്ഞതുപോലുള്ള നാടകങ്ങൾ പുതിയ ഗവർണർ ആർലേക്കറുടെ അടുത്ത് നടക്കില്ല എന്ന് ആർലേക്കർ സംസ്ഥാനത്ത് ചുമതലയേറ്റ അതേ ദിവസം തന്നെ പിണറായി വിജയന് മുഖത്തടിക്കുന്ന പോലെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി. രാജ്ഭവനിൽ ഗവർണറുടെ സുരക്ഷാ സൈനികരെ സ്ഥലം മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ എടുത്ത നടപടികളെ ആദ്യമേ തന്നെ ആർലേക്കർ ചോദ്യം ചെയ്യുകയുണ്ടായി. ഗവർണറുടെ സുരക്ഷ, രാജ്ഭവന്റെ സുരക്ഷ സൈനികരെ ഒരു കാരണവശാലും മാറ്റേണ്ടതില്ല, പഴയപടി എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അവർ മാത്രം മതി, പിണറായി വിജയന്റെ പുതിയ രീതികളൊന്നും രാജ്ഭവനിൽ നടപ്പാക്കേണ്ട എന്ന് ADGP മനോജ് എബ്രാഹിമിനെ വിളിച്ചു തന്നെയാണ് ആർലേക്കർ താക്കീതിന്റെ രൂപത്തിൽ പറഞ്ഞത്. ഫലത്തിൽ ആ താക്കീത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു. എന്നാൽ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഗവർണർ ആയിരിക്കില്ല എന്നുള്ള സന്ദേശം പിണറായി വിജയൻ കൃത്യമായി ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കുകയും പുതിയ ഗവർണറോട് അനുഭാവപൂർവ്വം ചേർന്ന് നടക്കാൻ തന്നെയാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണറെ രാജ്ഭവനിലെത്തി പിണറായി വിജയൻ തന്റെ സഹധർമ്മിണി കമലാ വിജയനും ഒത്താണ് രാജ്ഭവനിൽ ഗവർണറെ പോയി കണ്ടത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ പോയത്. ഈ സന്ദർഭത്തിൽ ആർലേക്കർ വളരെ ആതിഥേയ മര്യാദയോടുകൂടി മുഖ്യമന്ത്രിയെയും പത്നിയെയും സ്വീകരിച്ചിരുത്തി അവർക്ക് കഥകളി വേഷവും പൂച്ചെണ്ട് നൽകി തന്നെയാണ് ആർലേക്കർ സ്വീകരിച്ചത്. പകരം പിണറായി വിജയനും പത്നിയും ചേർന്ന് ഗവർണർ ആർലേക്കർക്ക് സാരിയും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം കാഴ്ചവെക്കുന്നതും കാണാമായിരുന്നു. രാജ്ഭവനിൽ പ്രഭാത സവാരിക്ക് പറ്റിയ സാഹചര്യമാണ് ഉള്ളത് എന്ന് പിണറായി വിജയൻ ഗവർണറോട് പറഞ്ഞപ്പോൾ, ശരി, അങ്ങേക്ക് രാജ്ഭവനിലേക്ക് വരാൻ നമുക്ക് ഒരുമിച്ച് ഇനി നടക്കാം എന്ന് തന്നെയാണ് ആർലേക്കർ സൂചിപ്പിച്ചത്. ഈ മറുപടി പിണറായി വിജയനെ രസിപ്പിക്കുകയും അദ്ദേഹം ചിരിക്കുകയും ചെയ്തു. പ്രഭാത സവാരിക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം എന്നല്ല ആർലേക്കർ ഉദ്ദേശിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിവക്ഷിക്കുന്നത്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുറേ കാലം കൂടി നിങ്ങളുടെ ഭരണകാലം കഴിയുന്നത് വരെ മുന്നോട്ട് നടക്കാൻ സാധിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഗവർണർ ആർലേക്കർ പിണറായി വിജയന് നൽകിയത് എന്നാണ് ഒരുമിച്ച് നടക്കാം എന്നുള്ള പദപ്രയോഗത്തിലൂടെ വിവക്ഷിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് ഈ വർഷാദ്യം നിയമസഭ ചേർന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് എഴുതി കൊടുത്ത പ്രസംഗം അത്രയും ഗവർണർ വളരെ വിശദമായി തന്നെ ഒരു വരി പോലും വള്ളിപുള്ളി വിടാതെ വായിക്കുകയായിരുന്നു. മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് നയപ്രഖ്യാപനം നടത്തിയത് 1.5 മിനിറ്റിൽ നിർത്തിക്കൊണ്ട് മാത്രമാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ എഴുതി കൊടുത്ത നയപ്രഖ്യാപന പ്രസംഗം അതേ രൂപത്തിൽ വായിക്കുവാൻ പഴയ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെ ഒഴിവാക്കിയില്ല എന്നുള്ളതും എടുത്ത് കാണേണ്ട വസ്തുത തന്നെയാണ്. തുടക്കത്തിലെ കല്ലുകടി വേണ്ട എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആർലേക്കർ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും വയനാടിന്റെ കാര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ കൊമ്പ് കോർത്തിരുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് കേന്ദ്ര സർക്കാർ വേണ്ടത്ര ധനസഹായം തന്നില്ല, വയനാടിനെ അവഗണിച്ചു എന്നൊക്കെ രായ്ക്ക് രായ്മാനം പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിനെ എപ്പോഴും വിമർശിച്ചു കൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ
എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വയനാടിനെ കുറിച്ച് ഒരു വരി പോലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. പേരിന് കേന്ദ്ര സർക്കാരിനെ അവിടെയും ഇവിടെയും തൊടാതെ ഒന്ന് വിമർശിച്ചു എന്ന് മാത്രം. അത് ഗവർണർ കാര്യമാക്കാതെ വായിക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പ്രസംഗ പരിപാടി തന്നെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ 2 മണിക്കൂർ നേരം നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഗവർണറെ സ്വീകരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കമുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നത് കാഴ്ചയെല്ലാം കാണേണ്ടത് തന്നെയായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തുന്നത് തന്നെയാണ്. എന്തായാലും പഴയ ഗവർണർ വായിച്ച നയപ്രഖ്യാപന പ്രസംഗം കേരള ചരിത്രത്തിൽ, നിയമസഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കേവലം 1.5 മിനിറ്റ് മാത്രമാണ് ആ പ്രസംഗം അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം തീർത്തത്. എന്നാൽ ഇപ്പോൾ പുതിയ ഗവർണറായ ആർലേക്കർ ചാർജ് എടുത്തതോടുകൂടി സംസ്ഥാന സർക്കാർ എഴുതി കൊടുത്ത നയപ്രഖ്യാപന പ്രസംഗം ഏതാണ്ട് 1.5 മണിക്കൂർ നേരം നീണ്ടു. ഒരു വള്ളി പുള്ളി പോലും വിടാതെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ പോലും നീക്കം ചെയ്യാതെ ഗവർണർ ആർലേക്കർ വായിച്ചു എന്നുള്ളത് പിണറായി വിജയനും സമാശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ മുന്നോട്ടുള്ള പോക്കിൽ തികച്ചും RSSന്റെ കടുംപിടുത്തക്കാരനായ ആദർശ മുഖമായ ആർലേക്കർ പിണറായി വിജയനോടും CPMനോടും ഒരു തരത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ. കേരളത്തിൽ BJPയുടെ ചില താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആർലേക്കറെ കേരളത്തിലേക്ക് ഗവർണറായി കേന്ദ്രം അയച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വർഷാദ്യത്തിൽ പുത്തരിയിൽ കല്ല് കടിക്കാതെ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഭംഗിയായി നടന്നു. പിണറായി വിജയൻ സർക്കാർ എഴുതി കൊടുത്ത പ്രസംഗം അതേപടി തന്നെ ആർലേക്കർ വായിക്കുകയുണ്ടായി. തുടക്കം ഗംഭീരമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് മുടക്കം കൂടാതെ ഒടുക്കം വരെ പിണറായി വിജയൻ സർക്കാരുമായി ഗവർണർ ചേർന്ന് പോകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.